കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടയിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ പ്രതിഷേധമുണ്ടായി. ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദിന്റെ നേതൃത്വത്തിൽ കാക്കഞ്ചേരിയിലായിരുന്നു പ്രതിഷേധം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, പ്രതിഷേധം തുടരും എന്നുള്ള മുന്നറിയിപ്പ് സംഘടനകൾ നൽകിയിട്ടുണ്ട്. കാക്കഞ്ചേരിയിലെ പ്രതിഷേധം എപ്രകാരമായിരുന്നു? അനുജ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ മൂന്നിടത്താണ് പ്രതിഷേധമുണ്ടായത്. ഒന്ന് കാക്കഞ്ചേരിയിൽ, മറ്റൊന്ന് ചെട്ടിയാർമാടിൽ, മൂന്നാമത് പള്ളിക്കൽ ബസാർ. അങ്ങനെ മൂന്നിടത്താണ് പ്രതിഷേധമുണ്ടായത്. ഇതിൽ കാക്കഞ്ചേരിയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും ചില പ്രവർത്തകരാണ് കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്നാൽ ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഗവർണർ പ്രതിഷേധം ഉണ്ടായ ഇടങ്ങളിലൊന്നും തന്നെ ഇറങ്ങിയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. നേരത്തെയൊക്കെ ഗവർണർ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഗവർണർ എവിടെയും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷ സാധ്യതയോ അല്ലെങ്കിൽ ഒരു നാടകീയ രംഗങ്ങൾക്കോ ഉള്ള ഒരു സാധ്യത ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഗവർണർ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്നും ബാംഗ്ലൂരു വഴി തിരുവനന്തപുരത്തേക്ക് പോകും. അനുജ, ഇതാണ് കാക്കഞ്ചേരിയിൽ വെച്ച് ഗവർണർക്ക് നേരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ടായി. ഈ പ്രതിഷേധം തുടരും. രാജ്ഭവൻ വരെ പ്രതിഷേധമുണ്ടാകുമെന്നൊക്കെയുള്ളതാണ് SFIയുടെ നിലപാട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.